Hi everyone, welcome to Civil Talks. Draftsman Grade 1 Port Department previous year questions അതിന്റെ എക്സ്പ്ലനേഷനോട് കൂടിയ ആൻസേഴ്സുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മുൻഭാഗങ്ങൾ കഴിഞ്ഞ വീഡിയോസിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. First question, the stiffness of propped cantilever is equal to. Propped cantileverന്റെ stiffness എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Propped cantilever എന്ന് പറയുമ്പോൾ one side അതിന്റെ ഒരു എൻഡ് റോളറും മറ്റേ എൻഡ് ഫിക്സഡുമായിട്ടുള്ള സ്ട്രക്ചറാണ് propped cantilever. അതിന്റെ സ്റ്റിഫ്നെസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സ്റ്റിഫ്നെസ്? അതായത് ഒരു സ്ട്രക്ചറിലേക്ക് ലോഡ് കൊണ്ട് ഉണ്ടാകുന്ന ഡീഫോർമേഷനോടോ അല്ലെങ്കിൽ അതിന്റെ ഡിഫ്ലക്ഷനോടോ ഉള്ള ആ സ്ട്രക്ചറിന്റെ റെസിസ്റ്റൻസിനെയാണ് സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത്, അല്ലേ? ആൻഡ് ഇവിടെ ഓപ്ഷൻസ് നമുക്ക് തന്നിരിക്കുന്നത് സ്റ്റിഫ്നെസ് ഫാക്ടർ ആണ്. എന്താണ് സ്റ്റിഫ്നെസ് ഫാക്ടർ? സ്റ്റിഫ്നെസ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് പ്രൊഡക്റ്റ് ഓഫ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആൻഡ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഫോർ ദാറ്റ് മെറ്റീരിയൽ ടു ദ ലെങ്ത് ഓഫ് ദ മെമ്പർ. ഓക്കെ, അപ്പൊ പ്രോപ്ഡ് കാന്റിലിവറിന്റെ സ്റ്റിഫ്നെസ് എത്രയാണ്? മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചറൽ അനാലിസിസ് മെത്തേഡാണ്. ഓക്കെ, സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിനെ അനലൈസ് ചെയ്യാനുള്ള മെത്തേഡ്. മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൽ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ മെമ്പറിന്റെയും സ്റ്റിഫ്നെസ്സും അങ്ങനെ ടോട്ടൽ സ്റ്റിഫ്നെസ് ഫാക്ടറും കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പം ടോട്ടൽ സ്റ്റിഫ്നെസ് ഫാക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഓരോ മെമ്പറിന്റെ സ്റ്റിഫ്നെസ് കണ്ടുപിടിക്കുമ്പോൾ യൂണിറ്റ് റൊട്ടേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, യൂണിറ്റ് റൊട്ടേഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ എൻഡിൽ ഒരു മൊമെന്റ് അപ്ലൈ ചെയ്യുമ്പോൾ ആ എൻഡിനോട് ഫർദർ ആയിട്ടുള്ള എൻഡിന്റെ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് സ്റ്റിഫ്നെസ് ഫാക്ടർ ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം പ്രോപ്ഡ് കാന്റിലിവറിന്റെ കേസിൽ നമുക്കറിയാം ഫർദർ എൻഡ് എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. അപ്പൊ ഫർദർ എൻഡ് ഫിക്സഡ് ആണെങ്കിൽ സ്റ്റിഫ്നെസ് ഫാക്ടർ 4EI/L ആണ്. ഓക്കെ, ഇനി ഇൻ കേസ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുമ്പോൾ ഫർദർ എൻഡ് ഹിഞ്ചഡ് ആയിട്ടുള്ള കണ്ടീഷനാണ് വരുന്നതെങ്കിൽ സ്റ്റിഫ്നെസ് ഫാക്ടർ എന്ന് പറയുന്നത് 3EI/L ആയിരിക്കും. അപ്പൊ പ്രോപ്ഡ് കാന്റിലിവറിന്റെ കേസിൽ ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ്, 4EI/L. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the minimum diameter of longitudinal reinforcement in a column as per IS 456. കോളത്തിന് കൊടുക്കുന്ന ലോഞ്ചിറ്റ്യൂണൽ റെയിൻഫോഴ്സ്മെന്റിന്റെ മിനിമം ഡയമീറ്റർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മിനിമം കൊടുക്കുന്ന ഡയമീറ്റർ നമുക്കറിയാം, കോളത്തിലെ ലോഞ്ചിറ്റ്യൂണൽ റെയിൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നുണ്ട് കംപ്രസീവ് ലോഡ് റെസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, ആൻഡ് ആസ് പെർ IS 456 മിനിമം ഡയമീറ്റർ എന്ന് പറയുന്നത് 12 mm ആണ്. ഓക്കെ, ലോഞ്ചിറ്റ്യൂണൽ റെയിൻഫോഴ്സ്മെന്റിന് കൊടുക്കാവുന്ന മിനിമം ഡയമീറ്റർ 12 mm ആണ്. ഇനി ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിക്കുന്നത് മിനിമം ഡയമീറ്ററിന് പകരം മിനിമം നമ്പർ ആണെങ്കിൽ അത് സ്ക്വയറോ റെക്ടാങ്കുലറോ സെക്ഷൻ ആണെങ്കിൽ കോളം നമ്മൾ 4 numbers ആണ് മിനിമം കൊടുക്കുന്ന ലോഞ്ചിറ്റ്യൂണൽ റെയിൻഫോഴ്സ്മെന്റ്. ഇനി സർക്കുലർ സെക്ഷൻ ആണെങ്കിൽ അത് 6 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, when the actual shear stress tau v is less than the permissible shear stress tau c. ഒരു സ്ട്രക്ചറിൽ ഡെവലപ്പ് ചെയ്യുന്ന ഷിയർ സ്ട്രെസ് tau v എന്ന് പറയുന്നത് ആ സ്ട്രക്ചറിൽ പെർമിസിബിൾ ആയിട്ടുള്ള ഷിയർ സ്ട്രെസ്, അതായത് tau c എന്ന് പറയുന്ന ഷിയർ സ്ട്രെസ് വരെ ആ സ്ട്രക്ചറിന് എടുക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എ, ഷിയർ റെയിൻഫോഴ്സ്മെന്റ് ഷുഡ് ബി ഡിസൈൻഡ്. ബി, ഷിയർ റെയിൻഫോഴ്സ്മെന്റ് നീഡ് നോട്ട് ബി ഡിസൈൻഡ്. സി, ദ ഡിസൈൻ ഷുഡ് കംപ്ലീറ്റ്ലി റിവൈസ്ഡ്. ഡി, നീഡ് നോട്ട് പ്രൊവൈഡ് ഷിയർ റെയിൻഫോഴ്സ്മെന്റ്. 4 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ IS കോഡ് അനുസരിച്ചിട്ട് ഷിയർ റെയിൻഫോഴ്സ്മെന്റ് ഡിസൈൻ ചെയ്യണം എന്ന് പറയുന്ന കണ്ടീഷൻ വെൻ tau z ലെസ് ദാൻ tau v ലെസ് ദാൻ tau c മാക്സ് ആണ്. അതായത് ആക്ച്വലി ആ ബീമിൽ അല്ലെങ്കിൽ ആ സ്ട്രക്ചറിൽ ഉണ്ടാവുന്ന ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് പെർമിസിബിൾ ആയിട്ടുള്ള ഷിയർ സ്ട്രെസ്സിനേക്കാളും കൂടുതലാവുന്ന കണ്ടീഷൻസിലാണ് ഷിയർ റെയിൻഫോഴ്സ്മെന്റ് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടി വരാറ്. ഓക്കെ, അല്ലാത്ത കേസിൽ മിനിമം ഷിയർ റെയിൻഫോഴ്സ്മെന്റ് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്കറിയാം ആക്ച്വൽ ഷിയർ സ്ട്രെസ് കുറവായതുകൊണ്ട് തന്നെ എന്താണ്, ഷിയർ റെയിൻഫോഴ്സ്മെന്റ് ഡിസൈൻ ചെയ്യേണ്ട ആവശ്യമില്ല, മിനിമം ഷിയർ റെയിൻഫോഴ്സ്മെന്റ് കൊടുക്കേണ്ടതേ ഉള്ളൂ. ഓക്കെ, ഇനി ഇൻ കേസ്
ഈ ടോവി എന്ന് പറയുന്നതിനേക്കാളും, അതായത് ആക്ച്വലി ഡെവലപ്പ് ചെയ്യുന്ന ഷിയർ സ്ട്രെസ്സിനേക്കാളും കുറവാണ് ടോസിയും അതുപോലെ ടോസി മാക്സും. ടോസി മാക്സ് എന്ന് വെച്ചാൽ മാക്സിമം ഷിയർ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യാം ബീമിലോ ആ സ്ട്രക്ചറിലോ ആഫ്റ്റർ ദി ആപ്ലിക്കേഷൻ ഓഫ് റെയിൻഫോഴ്സ്മെന്റ് കൊടുത്തതിന് ശേഷം ഡെവലപ്പ് ചെയ്യാവുന്ന മാക്സിമം ഷിയർ സ്ട്രെസ്. അപ്പൊ ടോസി മാക്സിനേക്കാളും ടോസിനേക്കാളും കൂടുതലാണ് ടോവി എങ്കിൽ എന്തായാലും ആ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് റീഡിസൈൻ ചെയ്തിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഷിയർ റെയിൻഫോഴ്സ്മെന്റ് നീഡ് നോട്ട് ബി ഡിസൈൻഡ്. Okay, next question. Maximum area of tension reinforcement in a RC beam shall not exceed. RC beamil tension reinforcement ന് കൊടുക്കാവുന്ന maximum area IS 456 അനുസരിച്ചിട്ട് it should not be greater than 0.04 BD ആണ്. Where BD എന്ന് പറയുന്നത് അതിന്റെ cross sectional area ആണ്. B is the width of the section and D is the overall depth. അപ്പോൾ ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ C is the answer. 4% of cross sectional area of the member. Okay, next question. In working stress method of design, factor of safety for concrete is taken approximately. Working stress method ആണ് ഏറ്റവും ട്രഡീഷണൽ ആയിട്ടുള്ള RCC ഡിസൈൻ മെത്തേഡ്. ഓക്കെ, അത് ഇലാസ്റ്റിക് തിയറിനെ ബേസ് ചെയ്തിട്ടുള്ള മെത്തേഡാണ്. Members are not designed to go beyond elastic range. Up to elastic range വരെയുള്ള കാര്യങ്ങളാണ് കൺസിഡർ ചെയ്യുന്നുള്ളൂ. പ്ലാസ്റ്റിക് റേഞ്ച് ഇവിടെ കൺസിഡർ ചെയ്യുന്നേ ഇല്ല. ഓക്കെ, ആൻഡ് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഫോർ കോൺക്രീറ്റ് എന്ന് പറയുന്നത് 3ഉം ഫോർ ദ സ്റ്റീൽ 1.78 ആണ്. ഇനി ക്വസ്റ്റ്യനിൽ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിന് പകരം അൾട്ടിമേറ്റ് ലോഡ് മെത്തേഡോ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡോ ആണെങ്കിൽ അൾട്ടിമേറ്റ് ലോഡ് മെത്തേഡിന്റെ ലോഡ് ഫാക്ടർ എന്ന് പറയുന്നത് കോൺക്രീറ്റിന് 1.5ഉം സ്റ്റീലിന് 1.15ഉം. ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിന് 2 കണ്ടീഷൻസ് ഉണ്ടല്ലോ, ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സും ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റി. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് കൊടുക്കുക. ഇവിടെ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി കോൺക്രീറ്റിന് 3 ആണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. As per IS 456, expansion joint provided for a structure when the length exceed. Expansion joint ഒരു സ്ട്രക്ചറിന് കൊടുക്കേണ്ടി വരുന്ന എപ്പോഴാണ്? തെർമൽ എക്സ്പാൻഷൻ കൊണ്ട് ക്രാക്ക് ഫോർമേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആ ഒരു റിസ്ക് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സ്ട്രക്ചറിൽ നമ്മൾ എക്സ്പാൻഷൻ ജോയിന്റ് കൊടുക്കുന്നത്. ആൻഡ് കോഡൽ പ്രൊവിഷൻ അനുസരിച്ചിട്ട് when the length exceeds 45 മീറ്റർ ആവുമ്പോഴാണ് എക്സ്പാൻഷൻ ജോയിന്റ് സ്ട്രക്ചറിന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, ദ കൈൻഡ് ഓഫ് പ്ലാസ്റ്റിക് മെയിൻലി യൂസ്ഡ് വിത്ത് കോൺക്രീറ്റ്. കോൺക്രീറ്റിനൊപ്പം മെയിൻ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന പ്ലാസ്റ്റിക് ഏതാണ്? മെയിൻ ആയിട്ട് യൂസ് ചെയ്യാറുള്ള പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് വിച്ച് ഇസ് ഓപ്ഷൻ എ ആണ്, എപ്പോക്സി. ഓക്കെ, എപ്പോക്സി എന്ന് പറയുന്നത് ഒരു തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആണത്. ഓക്കെ, ആൻഡ് അതിന് ഹൈ ടെൻസൈൽ സ്ട്രെങ്ത് ഉണ്ട്, ഹൈ ടഫ്നെസ് ഉണ്ട്, ഗുഡ് അഡ്സീവ് പ്രോപ്പർട്ടി ഉണ്ട്. അതുകൊണ്ടൊക്കെ അത് കോൺക്രീറ്റിൽ കൂടുതലായിട്ടും യൂസ് ചെയ്ത് കാണുന്നു. ദെൻ ഓപ്ഷൻ ബി എന്ന് പറയുന്നത് പോളി എത്തിലീൻ ആണ്. പോളി എത്തിലീനും ഒരു തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് തന്നെയാണ്. ഗ്രോസറി കവർ ബാഗുകളിലെ ഗ്രോസറി പ്ലാസ്റ്റിക് കവേഴ്സ്, പിന്നെ അതേപോലെ തന്നെ ട്രാഷ് ബിൻസ്, ഇതെല്ലാം പോളി എത്തിലീൻ പ്ലാസ്റ്റിക് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ സി, പോളിപ്രൊപ്പിലീൻ എന്ന് പറയുന്നത്. പോളിപ്രൊപ്പിലീൻ ഒരു തെർമോ പ്ലാസ്റ്റിക് ആണ്. ആൻഡ് പോളിപ്രൊപ്പിലീൻ നമ്മൾ കൂടുതലും സാനിറ്ററി പ്രൊഡക്ട്സിന് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ എയർ ലിക്വിഡ് ഫിൽറ്റേഴ്സിലും നമ്മൾ അത് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പൊ എയർ കണ്ടീഷനിങ്ങിലൊക്കെ എയർ ഫിൽറ്റർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഫിൽറ്റേഴ്സ് ആയിട്ട് പോളിപ്രൊപ്പിലീൻ ഉപയോഗിക്കാറുണ്ട്. പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ബേക്ക്ലൈറ്റ് ആണ്. ബേക്ക്ലൈറ്റ് എന്ന് പറയുന്ന പ്ലാസ്റ്റിക് ഇലക്ട്രിസിറ്റിയോടും ഹീറ്റിനോടൊക്കെ ഹൈ റെസിസ്റ്റന്റ് ആണ്. അതുകൊണ്ട് തന്നെ അത് ഇലക്ട്രിക് അപ്ലയൻസസിലും സ്വിച്ചിലൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. ബേക്ക്ലൈറ്റ് പ്ലാസ്റ്റിക് ആണ് യൂസ് ചെയ്യാറ്. ഓക്കെ, അപ്പൊ ഇവിടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ്, എപ്പോക്സി.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇനേർട്ട് മെറ്റീരിയൽ യൂസ്ഡ് ഇൻ കോൺക്രീറ്റ്. കോൺക്രീറ്റിൽ യൂസ് ചെയ്തിട്ടുള്ള ഇനേർട്ട് മെറ്റീരിയൽ നമുക്കറിയാം അഗ്രിഗേറ്റ് ആണ്. ഓപ്ഷൻ സി ആണ് അതിന്റെ ആൻസർ അല്ലെ. അഗ്രിഗേറ്റ് എന്ന് പറയുമ്പോൾ കോഴ്സ് അഗ്രിഗേറ്റ് എന്തിനാണ്? കോൺക്രീറ്റിൽ അതിന്റെ ബൾക്ക്നെസ്, അതിന്റെ സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്നത് കോഴ്സ് അഗ്രിഗേറ്റും, കോഴ്സ് അഗ്രിഗേറ്റ് തമ്മിലുള്ള വോയിഡ്സ് ഫില്ല് ചെയ്യുന്നത് ഫൈൻ അഗ്രിഗേറ്റുമാണ്. ദെൻ വാട്ടറോ? കോൺക്രീറ്റിന് അതിന്റെ ഹൈഡ്രേഷൻ പ്രോസസ്സിനും അതിന്റെ വർക്കബിലിറ്റിക്കും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത് വാട്ടറാണ്. പിന്നെ കോൺക്രീറ്റിലെ ബൈൻഡിങ് മെറ്റീരിയൽ ഏതാണ്? അതാണ് ഓപ്ഷൻ ബി സിമെന്റ് അല്ലെ. ബൈൻഡിങ് മെറ്റീരിയൽ ആണ് സിമെന്റ്. പിന്നെ കോൺക്രീറ്റിൽ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ, ഇൻപുട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ അഡ്മിക്ചേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, as per IS code the ultimate compressive strength is determined at an age of, which is option D. നമുക്കറിയാം 28 days ആണ് അല്ലെ. അപ് ടു 28 ഡേയ്സ് വരെ, കാസ്റ്റിങ്ങിന് ശേഷമുള്ള ആദ്യത്തെ 28 ഡേയ്സിനുള്ളിൽ കംപ്രസീവ് സ്ട്രെങ്ത്തിന് ഒരു നല്ല രീതിയിലുള്ള ഇൻക്രീസ് ആണ് ഉണ്ടാവുന്നത് അല്ലെ. പെട്ടെന്നൊരു ഇൻക്രീസ്, ഡ്രാസ്റ്റിക് ഇൻക്രീസ് ആണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വിത്തിൻ 28 ഡേയ്സിൽ ഫസ്റ്റ് 28 ഡേയിലുള്ള സ്ട്രെങ്ത് ആണ് നമ്മൾ നോക്കുന്നത് അല്ലെ. അതിനുശേഷം എന്താണ്, സ്ട്രെങ്ത് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് കുറയും, കോൺക്രീറ്റ് കുറഞ്ഞു തുടങ്ങും. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ഡി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റേഷ്യോ ഓഫ് ക്രീപ്പ് സ്ട്രെയിൻ ഓവർ ഇലാസ്റ്റിക് സ്ട്രെയിൻ ഈസ്. ക്രീപ്പ് എന്താണ്? നമുക്കറിയാം ക്രീപ്പ് എന്ന് പറയുന്ന ഒരു ടൈം ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഒരു പെർമനന്റ് ഡീഫോർമേഷൻ ആണ് അല്ലെ. അതായത് കോൺക്രീറ്റിൽ ലോഡ് വരുമ്പോൾ നമുക്കറിയാം ലോഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്ട്രെസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, സ്ട്രെസ്സിനനുസരിച്ചിട്ട് മെമ്പറിൽ സ്ട്രെയിനും ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് ലോഡ് കൊണ്ട് ഉണ്ടാവുന്ന ഡീഫോർമേഷൻ ആണ് ഇൻസ്റ്റന്റേനിയസ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. എന്നാൽ പിന്നീട് ലോഡ് ഇൻക്രീസ് ചെയ്തില്ലെങ്കിലും ആ ലോഡ് ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം അതേപോലെ തന്നെ ആ മെമ്പറിൽ സസ്റ്റെയിൻ ചെയ്യുവാണെങ്കിൽ വീണ്ടും അഡീഷണൽ ആയിട്ട് ഡീഫോർമേഷൻ ആ സ്ട്രക്ചറിൽ ഉണ്ടാവുന്നുണ്ട്. ആ അഡീഷണൽ ആയിട്ടുള്ള ഡീഫോർമേഷനെയാണ് ക്രീപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ആ റേറ്റ് ഓഫ് ഡീഫോർമേഷൻ ആണ് ക്രീപ്പ് റേറ്റ് എന്ന് പറയുന്നത്. അതാണ് ഈ സ്ലോപ്പ് കാണിച്ചിരിക്കുന്നത്. ദിസ് ഈസ് ദ ക്രീപ്പ് റേറ്റ് കാണിച്ചിരിക്കുന്ന ഗ്രാഫാണ്. 3 സ്റ്റേജസ് ആയിട്ടാണ് ക്രീപ്പ് ഡീഫോർമേഷൻ കാണിക്കുന്നത്. ഒന്ന് പ്രൈമറി ക്രീപ്പ്, സെക്കൻഡറി ക്രീപ്പ്, ടെർഷ്യറി ക്രീപ്പ്. ഓക്കെ, റാപ്പിഡ് റേറ്റിൽ സ്ട്രെയിൻ വിത്തിൻ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം ഉണ്ടാവുന്നതാണ് പ്രൈമറി ക്രീപ്പ് എന്ന് പറയുന്നത്. അതിനുശേഷം സെക്കൻഡറി ക്രീപ്പോ, അത് വളരെ യൂണിഫോം റേറ്റിലാണ് പ്രോഗ്രസ് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റഡി റേറ്റിലാണ് സെക്കൻഡറി ക്രീപ്പ് ഉണ്ടാവുന്നത്. ദെൻ വീണ്ടും എന്താണ്, ടെർഷ്യറി ക്രീപ്പ് എന്ന് പറയുന്നത് എന്താണ്, which is the accelerated rate of deformation which terminates when the material fail. ഓക്കെ, അതും പെട്ടെന്നുണ്ടാവുന്ന ഒരു പെട്ടെന്ന് സ്ട്രെയിൻ കുറച്ചും കൂടെ കൂടുതലായിരിക്കും വിത്തിൻ എ ഷോർട്ട് ടൈം. ഓക്കെ, അപ്പൊ അതാണ് 3 സ്റ്റേജസ് ഓഫ് സ്ട്രെയിൻ എന്ന് പറയുന്നത്, ക്രീപ്പ് എന്ന് പറയുന്നത്, 3 സ്റ്റേജസ് ഓഫ് ക്രീപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ക്രീപ്പ് സ്ട്രെയിൻ, അതായത് ഈ സ്ട്രെയിൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അതാണ് ക്രീപ്പ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. അതായത് ഫ്രം ഹിയർ ടു ഹിയർ. ഓക്കെ, ക്രീപ്പ് സ്ട്രെയിനും ഇലാസ്റ്റിക് സ്ട്രെയിനും തമ്മിലുള്ള റേഷ്യോ ആണ് ക്രീപ്പ് കോഎഫിഷ്യന്റ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ആൻഡ് പിന്നെ ഇവിടെ ക്രീപ്പ് മോഡുലസ്, ഡയറക്റ്റ് സ്ട്രെസ്സും അപ്ലൈഡ് സ്ട്രെസ്സും, നമ്മൾ കൊടുക്കുന്ന അപ്ലൈഡ് ഡയറക്റ്റ് സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിലുള്ള റേഷ്യോ ആണത്. ഫോർ എ സ്പെസിഫൈഡ് ടൈം ഇന്റർവെലിനുള്ളിലുള്ള റേഷ്യോനെയാണ് ക്രീപ്പ് മോഡുലസ് കാണിക്കുന്നത്. ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കെമിക്കൽ ഫോർമുല ഓഫ് ഡൈകാൽഷ്യം സിലിക്കേറ്റ്. ഡൈകാൽഷ്യം സിലിക്കേറ്റ് എന്താണ്? ഒരു ബോക്സ് കോമ്പൗണ്ട് ആണ് അല്ലേ. ബോക്സ് കോമ്പൗണ്ട് സിമെന്റും വാട്ടറും തമ്മിലുള്ള ഹൈഡ്രേഷന്റെ ഫലമായിട്ടുണ്ടാവുന്ന ഒരു കോംപ്ലക്സ് കോമ്പൗണ്ട്സിലെ ഒന്നാണ് ഡൈകാൽഷ്യം സിലിക്കേറ്റ് അല്ലേ. ഡൈകാൽഷ്യം സിലിക്കേറ്റ് നമുക്കറിയാം C2S
ആണ് ഡിനോട്ട് ചെയ്യുന്നത്. C2S that is 2CaO SiO2. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ്. അതർ ബോക്സ് കോമ്പൗണ്ട് ഏതൊക്കെയാണ്? ട്രൈകാൽഷ്യം സിലിക്കേറ്റ്, ട്രൈകാൽഷ്യം അലൂമിനേറ്റ് ആൻഡ് ടെട്രാകാൽഷ്യം അലൂമിനോഫെറൈറ്റ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി is the answer. Next question. Which of the following name is related to soil engineering? സോയിൽ എഞ്ചിനീയറിംഗുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നെയിം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് അറിയാം റാങ്കിൻ ആണ് അല്ലേ? റാങ്കിൻസ് എർത്ത് പ്രഷർ, റാങ്കിൻസ് തിയറി നമ്മൾ പഠിക്കുന്നുണ്ട്. അതെന്താണ്? റീറ്റെയിനിങ് വോളിലേക്ക് വരുന്ന എർത്ത് പ്രഷർ അല്ലേ? ആ എർത്ത് പ്രഷർ, അതായത് ആക്റ്റീവ് എർത്ത് പ്രഷറും പാസീവ് എർത്ത് പ്രഷറിനെ പറ്റിയിട്ടുള്ള തിയറിയാണ് റാങ്കിൻസ് തിയറി. ഓക്കെ, അപ്പോൾ റാങ്കിൻസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് റാങ്കിൻസ് തിയറി എന്ന് പറയുന്നത്. അപ്പം ഇവിടെ സോയിൽ എഞ്ചിനീയറിംഗുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് റാങ്കിൻ ആണ്. പിന്നെ എന്താണ് ബ്ലെയ്സ് പാസ്കൽ? അദ്ദേഹം ഒരു ഫ്രഞ്ച് മാത്തമാറ്റീഷ്യൻ ആണ്. നമുക്കറിയാം പാസ്കൽസ് തിയറം, പാസ്കൽസ് ലോ, പാസ്കൽസ് ട്രയാങ്കിൾ അല്ലേ? ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ആണ്. പിന്നെ ജെയിംസ് വാട്ട്. ജെയിംസ് വാട്ട് ആരാണ്? അദ്ദേഹമാണ് മോഡേൺ ഫോം ഓഫ് സ്റ്റീം എഞ്ചിൻ ഡെവലപ്പ് ചെയ്തത് ജെയിംസ് വാട്ട് ആണ്. പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് മാനിങ്സ് ആണ്. നമുക്കറിയാം മാനിങ്സ് ഫോർമുല നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ? വാട്ടർ റിസോഴ്സസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫോർമുലയാണ്. ഓപ്പൺ ചാനൽ ഫ്ലോയിൽ അതിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ട്, പിന്നെ അതുപോലെ തന്നെ ഫ്രിക്ഷണൽ ലോസ്, ചാനലിൽ ഉണ്ടാകുന്ന ഫ്രിക്ഷണൽ ലോസ് കണ്ടുപിടിക്കാനൊക്കെ നമ്മൾ മാനിങ്സ് ഫോർമുല യൂസ് ചെയ്യാറുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഏതാണ്? ഇസ് ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ്, the ratio of volume of voids in soil to its total volume is termed as. ഇതാണ് 3 phase സിസ്റ്റം സോയിലിൻ്റെ. ഇതാണ് വോളിയം ഓഫ് എയർ, വോളിയം ഓഫ് വാട്ടർ, വോളിയം ഓഫ് സോൾട്ട്. ആൻഡ് വോളിയം ഓഫ് എയർ പ്ലസ് വോളിയം ഓഫ് വാട്ടർ ആണ് വോളിയം ഓഫ് വോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് എന്താണ് വോയിഡ് റേഷ്യോ? വോയിഡ് റേഷ്യോ എന്ന് പറയുന്നത് ഈ വോളിയം ഓഫ് വോയിഡ് ടു ദ വോളിയം ഓഫ് സോളിഡ്, ആ റേഷ്യോ ആണ് വോയിഡ് റേഷ്യോ എന്ന് പറയുന്നത്. പോറസിറ്റി എന്താണ്? വിച്ച് ഈസ് വോളിയം ഓഫ് വോയിഡ് ടു ദ ടോട്ടൽ വോളിയം ഓഫ് ദി സോയിൽ സാമ്പിൾ. ടോട്ടൽ വോളിയം എന്ന് പറയുമ്പോൾ അതിൽ വോളിയം ഓഫ് വോയിഡും വോളിയം ഓഫ് സോളിഡും ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അപ്പോൾ ആ വോളിയം ഓഫ് വോയിഡ് ടു ദ ടോട്ടൽ വോളിയം ആണ് പോറസിറ്റി. അപ്പോൾ നമുക്ക് ഓപ്ഷൻ കിട്ടിയല്ലോ, ഓപ്ഷൻ സി പോറസിറ്റി ആണ് ഇതിൻ്റെ ആൻസർ. പിന്നെ ഇതിലുള്ളത് എന്താണ്? സ്പെസിഫിക് വോളിയം ഡെൻസിറ്റി. ഡെൻസിറ്റി നമുക്കറിയാം, ഡെൻസിറ്റി എന്താണ്? മാസ് പെർ യൂണിറ്റ് വോളിയം ആണ് ഡെൻസിറ്റി. ആൻഡ് ഈ ഡെൻസിറ്റിയുടെ റെസിപ്രോക്കൽ ആണ് സ്പെസിഫിക് വോളിയം. ഓക്കെ, അതായത് വോളിയം ബൈ യൂണിറ്റ് മാസ്, അതാണ് സ്പെസിഫിക് വോളിയം. ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹീറ്റിംഗ് ഓഫ് സോയിൽ അപ് ടു അബൌട്ട് 110 degree Celsius ഫോർ ഡ്രൈയിങ് ഇറ്റ്, ദ വാട്ടർ ദാറ്റ് ഈസ് ഇവോപ്പറേറ്റഡ് ഈസ് നോൺ ആസ്. അതായത് 110 degree Celsius കൊടുത്ത് നമ്മൾ സോയിലിനെ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ സോയിൽ ഡ്രൈ ആവും. ഓക്കെ, അപ്പോൾ ആ ഇവോപ്പറേറ്റ് ചെയ്ത് പോയ വാട്ടർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഓവൻ ഡ്രൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സോയിൽ സാമ്പിളിൽ നിന്ന് വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഇവാപ്പറേറ്റ് ചെയ്യുന്ന വാട്ടറാണ് പോർ വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, വിച്ച് ഈസ് പോർ വാട്ടർ. സാച്ചുറേഷൻ വാട്ടർ എന്താണ്? വാട്ടർ അതിൻ്റെ മാക്സിമം ലെവൽ ഓഫ് സാച്ചുറേഷനിൽ ഉള്ളപ്പോൾ ഉള്ള ആ ഒരു വാട്ടറിനെയാണ് സാച്ചുറേഷൻ വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അഡ്സോർബ്ഡ് വാട്ടർ എന്താണ്? അതായത് സോയിൽ പാർട്ടിക്കിൾസിൻ്റെ സർഫസിൽ ഇലക്ട്രോ കെമിക്കൽ ഫോഴ്സസ് കൊണ്ട് നിലനിൽക്കുന്ന ആ ഒരു വാട്ടർ. ഓക്കെ, അതാണ് അഡ്സോർബ്ഡ് വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഓവൻ ഡ്രൈ ചെയ്യുന്നതുകൊണ്ട് ഉണ്ടാവുന്ന ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്ന വാട്ടറാണ് പോർ വാട്ടർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡെൻസിറ്റി ഓഫ് സോയിൽ മേ ബി ഡിറ്റർമൈൻ ഇൻ ദ ഫീൽഡ് ബൈ ദ മെത്തേഡ് ഓഫ്. ഫീൽഡിൽ മാസ് ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ നമ്മൾ ഡിഫറെൻറ്റ് മെത്തേഡ്സ് പഠിക്കുന്നുണ്ട് അല്ലേ? അതിൽ നമുക്ക് ഓപ്ഷന് തന്നിരിക്കുന്നതാണ് സാൻഡ് റീപ്ലേസ്മെൻറ്റും കോർക്കറ്ററും. അതർ മെത്തേഡ്സ് ആണ് വാട്ടർ റീപ്ലേസ്മെൻറ്റ് മെത്തേഡ്, റബ്ബർ ബലൂൺ മെത്തേഡ്, ഹെവി ഓയിൽ മെത്തേഡ്, ന്യൂക്ലിയർ മോയ്സ്ചർ ഡെൻസിറ്റി ടെസ്റ്റ്. അങ്ങനെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട് ഫീൽഡ് ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ. ആൻഡ് ഹിയർ സാൻഡ് റീപ്ലേസ്മെൻറ്റും കോർക്കറ്ററും തന്നിട്ടുണ്ട്. അപ്പോൾ ബോത്ത് എ ആൻഡ് ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി കോർ കട്ടർ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ കൂടുതലായിട്ടും സോഫ്റ്റ് സോയിൽ, അതായത് ക്ലേ,
പിന്നെ അതുപോലെ കോക്സീവ് സോയിൽസിലൊക്കെയാണ് കൂടുതൽ യൂസ് ചെയ്യുക. കോഴ്സ് ഗ്രെയിൻഡ് സോയിൽ നമ്മൾ സാധാരണയായിട്ട് കോർ കട്ടർ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാറില്ല. ആൻഡ് കോർ കട്ടർ മെത്തേഡിനൊക്കെ കുറച്ചും കൂടി ആക്യുറേറ്റ് ആണ്, കുറച്ചും കൂടി ബെറ്റർ ആണ് സാൻഡ് റീപ്ലേസ്മെൻറ്റ് മെത്തേഡ്. കാരണം അത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സോയിലിൽ നമുക്കത് യൂസ് ചെയ്യാൻ സാധിക്കും. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോയിൽ യൂസ് ചെയ്യാൻ പറ്റും. കുറച്ചും കൂടെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള റിസൾട്ടും സാൻഡ് റീപ്ലേസ്മെൻറ്റ് മെത്തേഡ് തരും. ഓക്കെ, ഇതിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ മോയ്സ്ചർ ഡെൻസിറ്റി മെത്തേഡാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. As per IS specification, soil having particle size between 0.2 mm to 0.06 mm is. നമ്മൾ ശരിക്കും IS ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ക്ലാസിഫിക്കേഷൻ സോയിൽ ക്ലാസിഫിക്കേഷൻ നമ്മൾ ശരിക്കും ഇത് നന്നായിട്ട് ബൈ ഹാർട്ട് ചെയ്യേണ്ടതാണ്. 300 mm കൂടുതലാണെങ്കിൽ ബോൾഡർ ആണ്, 300നും 80 mm ഇടയിലാണെങ്കിൽ കോബിൾ ആണ്, 80ക്കും 4.75 mm ഇടയിലാണെങ്കിൽ ഗ്രാവലും, 4.75നും 0.075 mm ഇടയിലാണെങ്കിൽ സാൻഡും, 0.075 to 0.002 mm ആണെങ്കിൽ സിൽട്ട്, അതിലും താഴെയാണ് ക്ലേ. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് 0.2 mm to 0.06 mm ആണ്. നമുക്കറിയാം 0.2 mm to 0.06 എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ 0.425 ആൻഡ് 0.075 ആണ് അല്ലേ. 0.075നും 0.425നും ഇടയിലാണ് ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഫൈൻ സാൻഡ് ആണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, ഫൈൻ സാൻഡ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ സെഷൻ ഇതോടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതിൻ്റെ തുടർ ഭാഗങ്ങൾ അടുത്ത വീഡിയോയിലുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.